ഇടുക്കി ജില്ലയിൽ ഇന്ന് LDF ഹർത്താൽ. രാജ്ഭവൻ മാർച്ച് നടക്കുന്ന ഇന്ന് തന്നെ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താൽ നടത്തുന്നത്. ഇടുക്കിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, രാവിലെ തന്നെ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. കർഷകരെ ദ്രോഹിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ, ഭൂപതിവ് ചട്ട നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടുക്കി ജനത പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വളരെ ചെറിയൊരു പരിപാടിക്ക്, ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പരിപാടിക്ക് ഗവർണർ എത്തുന്നത് തന്നെ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാനെന്ന് അല്പം മുമ്പാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഹർത്താലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ കർഷകരുടെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഭൂപതിവ് നിയമം. ഭൂപതിവ് നിയമം എന്ന് പറയപ്പെടുമ്പോൾ 1960 നിയമപ്രകാരം സ്വന്തം ഭൂമിയിൽ കുടിയടപ്പുകാരെ പോലെ കിടക്കേണ്ടി വരുന്ന ഒരു ജനത കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ഏകകണ്ഠമായി ഒരു ബില്ല് പാസ്സാക്കിയത്. ആ ബില്ല് പാസ്സാക്കി അത് ഉത്തരവിനായി ഗവർണറുടെ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുന്നു. എന്നാൽ രാജ്ഭവനിലേക്ക് അയക്കുന്നു. രാജ്ഭവനിലേക്ക് അയച്ചതിന് ശേഷവും ഗവർണർ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം, സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് LDF. ഇങ്ങനെ മാർച്ച് സംഘടിപ്പിക്കപ്പെടുമ്പോഴാണ് ഇടുക്കി ജില്ലയിലെ തന്നെ പരിപാടിയിൽ ഗവർണർക്കെതിരെ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അതേ ദിവസം തന്നെ ഏത് പ്രദേശത്തെ ജനങ്ങളെയാണോ ഈ വിഷയം ഗുരുതരമായി ബാധിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വരികയാണ്. ഇതിനെതിരെയാണ് ഇടുക്കി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഈ ഹർത്താൽ തികച്ചും സമാധാനപരമാണ് എന്നുള്ളതാണ്. റോഡിലെ വാഹനങ്ങൾ തടയാനോ ബലമായി കടകളടപ്പിക്കാനോ നേതാക്കന്മാരോ പ്രവർത്തകരോ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ആളുകൾ ഇതിനെ സ്വമേധയായി ഏറ്റെടുക്കുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. പൊതുനിരത്തിലൂടെ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഒഴിച്ചാൽ ടാക്സി വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. കാരണം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ പ്രശ്നം എന്ന നിലയിൽ ഇപ്പോൾ ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വരുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ കടന്നു വരികയാണ്. ഇപ്പോൾ പൈലറ്റ് വാഹനങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കരിങ്കൊടി കാണിക്കുന്നു. ഇപ്പോൾ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. ഇന്നിങ്ങനെ 3 ഇടങ്ങളിൽ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ SFI വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സംഘി ഖാന് ഇവിടേക്ക് സ്വാഗതമില്ല എന്ന ബാനറുകൾ SFI പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഇപ്പോൾ SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വാഹന വ്യൂഹം കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി 500-ൽ പരം പോലീസുകാരെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരുന്നുവെങ്കിലും പോലീസ് വലയം ഭേദിച്ചുകൊണ്ടാണ് വിവിധ പ്രദേശങ്ങളിൽ തീരുമാനപ്രകാരമുള്ള പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 3 ഇടങ്ങളിലായിട്ടാണ് കരിങ്കൊടി കാണിച്ചത്. ആദ്യ 2 ഇടങ്ങളിൽ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഇപ്പോൾ സിഗ്നൽ കടന്ന് പരിപാടി സ്ഥലത്തേക്ക് ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോയിരിക്കുകയാണ്. മറ്റ് 2 ഇടങ്ങളിൽ കൂടി SFI പ്രവർത്തകർ സമാനമായ രീതിയിൽ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശക്തമായ പ്രതിഷേധം SFI കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച കൂടിയാണ് നമുക്ക് തൊടുപുഴയിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള കർഷകരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമരപരിപാടി LDF ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം വിളിയും പ്രതിഷേധങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഭൂപതിവ് ചട്ട നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ ഇടുക്കി ജനത പ്രതിഷേധിക്കുന്നു. ഒപ്പം തന്നെ ഗവർണറുടെ നടപടിക്കെതിരെ SFI നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തൊടുപുഴയിലടക്കം 5 കേന്ദ്രങ്ങളിൽ കരിങ്കൊടി ഉയർത്തിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്.